ഈശോയിൽ സ്നേഹമുള്ളവരെ, ജപമാല രാജ്ഞി എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ ഏറ്റവും അവസാനത്തെ എപ്പിസോഡുകളിലേക്കൊക്കെ നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോൾ ഈ ഓരോ ദിവസവും എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയുടെ അടുത്ത് നിന്ന് ഈ ഒരു ഫ്ലോറിൽ നിൽക്കുന്ന സമയത്ത്, ആ സമയത്താണ് മാതാവിനോട് ചോദിക്കാറ്, മാതാവേ ഇന്ന് എൻ്റെ മക്കളോട് എന്താ പറയണ്ടേ, എന്താണ് അമ്മ ഇടപെടുന്നത്, എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ സ്നേഹമുള്ളവർ ഓരോ ദിവസവും വചനത്തിലൂടെ അമ്മ ഇങ്ങനെ നമ്മളിങ്ങനെ ബലപ്പെടുത്തും. പിന്നെ പരിശുദ്ധ മറിയം നമ്മളെ ബലപ്പെടുത്തുന്നത് ഇങ്ങനെ പറഞ്ഞിട്ടാണ്. അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു, വേഗം എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഈ വചനം എടുക്കാൻ പറഞ്ഞു. വചനം എടുക്കുന്നത് ഇങ്ങനെയാണ്. മാർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായമാണ്. 14-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ തുടക്ക വാചകത്തിൽ തന്നെ ഇങ്ങനെ കിടക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: വിലയേറിയ ശുദ്ധ നാർദീൻ തൈലവുമായി ഒരു സ്ത്രീ അവിടെ വന്നു. സ്ത്രീകൾ, ഇത് സ്ത്രീ എന്നൊക്കെ പറയുന്നത് വേറെ കഥാപാത്രമാണ്. പക്ഷേ ഈ പ്രോഗ്രാമിലുള്ള എൻ്റെ മക്കളോട് പറയാൻ പറഞ്ഞു, ആ സ്ത്രീ ഞാനാണെന്ന് അച്ഛൻ അവരോട് പറയണം. ഇപ്പം നമുക്കറിയാം, ഇതിൽ പറയുന്ന സ്ത്രീ എന്ന് പറയുന്നത് ഒരു പാപിനിയായ സ്ത്രീയാണ്. പക്ഷേ ഇന്ന് ഈ പ്രോഗ്രാമിൽ കാണുന്ന നിന്നോട് പറയുന്നത് പാപിനിയായ സ്ത്രീയല്ല, പാപം മാറ്റുന്നവൻ്റെ അമ്മ. ആ അമ്മ വന്ന് നിന്റെ ജീവിതത്തിൽ ചെയ്യുന്നത് നിന്റെ ജീവിതം വിലയേറിയ ജീവിതമാക്കി മാറ്റും. ആണ് വിലയേറിയ, അങ്ങനെയാണ് വചനം എഴുതിയിരിക്കുന്നത്. ഇങ്ങനെയാണ്: വിലയേറിയ എന്ന് പറഞ്ഞാൽ ആ വെൺകൽ ഭരണി നിറയെ നാർദീൻ തൈലം എന്ന് പറഞ്ഞാൽ അത്രയും വിലപിടിപ്പുള്ള ഒരു സംഭവം. സാധാരണ സ്ത്രീകളൊന്നും അത് കൊണ്ടു നടക്കാറില്ല. പക്ഷേ ഈ തിരുവചന ഭാഗത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, അവൾ വെൺകൽ ഭരണി നിറയെ വിലയേറിയ നാർദീൻ തൈലം അവളുടെ കയ്യിലുണ്ടായിരുന്നു. ഇത് പറയാണ്, പരിശുദ്ധ അമ്മയുടെ മക്കളോട് അച്ഛൻ പറയണം, ഈ ജപമാല രാജ്ഞി എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എൻ്റെ മക്കളോട് പറയണം, ആരൊക്കെ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്നുണ്ടോ. എൻ്റെ സ്നേഹമുള്ളവരെ, എനിക്കിങ്ങനെ ഈ അമ്മയെക്കുറിച്ച് പറയാനുള്ള സന്തോഷം എങ്ങനെയാണ്. മാതാവിനെ കുറിച്ചുള്ള ഏത് പ്രോഗ്രാം പറഞ്ഞാലും ഞാൻ ഏറ്റെടുക്കും. ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്, പുതിയതൊന്നും പറയാൻ എനിക്ക് കിട്ടണില്ലല്ലോ, പുതിയത് പറയാൻ പറ്റണില്ലല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിക്കാൻ. അതുകൊണ്ട് പറയണ്ട എന്ന് വിചാരിച്ച് കുറേ പ്രോഗ്രാമുകളൊക്കെ ഞാനിങ്ങനെ സ്കിപ്പ് ചെയ്യും. പക്ഷെ മാതാവ് ചില പ്രോഗ്രാമുകൾ എന്നോട് പറയും, ഇതെന്തായാലും പറയണം. ഇപ്പം നീ നിനക്ക് പറയാനുള്ള കാര്യങ്ങളൊന്നും പറയണ്ട, നിനക്ക് പറയാനോ നിനക്ക് ചിന്തിക്കാനോ നീ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ പോണ്ട, ഞാൻ ആ സമയത്ത് നിനക്ക് എടുത്തു തരും, അത് പറയുക. അങ്ങനെ പറഞ്ഞിട്ടാണ് സ്നേഹമുള്ളവരെ ഈ സഹോദരനൊക്കെ ഈ ഒരു പ്രോഗ്രാമിനൊക്കെ ക്ഷണിക്കുമ്പോൾ ഞാൻ വരാമെന്നൊക്കെ പറയുന്നത്. പനിയാണ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് 103 ഡിഗ്രി പനിയൊക്കെ ആയിട്ട് പിടിച്ച് അത്രയും ക്ഷീണിച്ച് കിടക്കുന്ന അവസ്ഥയാണ്. ഈ ഒരു പ്രോഗ്രാം ഇങ്ങനെ നിന്നു പോകേണ്ട ഒരു അവസ്ഥയാണ്. മാതാവിനോട് പറഞ്ഞു, മാതാവേ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ. അപ്പം എന്നോട് പറഞ്ഞു, വെച്ചാൽ ഇന്ന് ഈ 21-ാം തീയതി എന്ന് പറയുന്ന ഒരു ദിവസം പറ്റില്ലെങ്കിൽ ഇനി ഈ പ്രോഗ്രാം പറ്റില്ല. അപ്പം ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ ഇഷ്ടപ്പെട്ട് പ്രോഗ്രാം ചെയ്യുന്നതല്ല, ഈ സഹോദരനോ അല്ലെങ്കിൽ ഗുഡ്നസ് TV ഒന്നും ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്നതല്ല, ഇത് അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ പ്രോഗ്രാം ചെയ്യണം. അങ്ങനെ പറഞ്ഞ് സ്നേഹമുള്ളവരെ, ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അത്രയും ക്ഷീണിച്ചിരുന്ന എൻ്റെ ജീവിതത്തിൽ ആ ക്ഷീണം മുഴുവൻ ഇങ്ങനെ മാറിയിട്ട് പരിശുദ്ധ അമ്മ ഇങ്ങനെ വെളിപ്പെടുത്തി തരാം. എൻ്റെ മോനെ ഇന്ന് ആ ചേട്ടനോട് പറഞ്ഞേ, ഇന്ന് പോകാൻ പറഞ്ഞോ, അതല്ലെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ വീണ്ടും വിളിച്ചവരോട് പറഞ്ഞേനെ എനിക്ക് വരാൻ പറ്റില്ല കേട്ടോ, ക്ഷീണമാണ്, പ്രോഗ്രാം വേറെ ഏൽപ്പിച്ചോ. പക്ഷെ പരിശുദ്ധ അമ്മ പറയുന്നത് അങ്ങനെയാണ്, അമ്മയുടെ അടുത്തിരുന്ന് കഴിഞ്ഞാൽ, അമ്മയോട് നീ ഒരു കാര്യം ചോദിച്ചാൽ നിന്റെ ജീവിതത്തിൽ വിലയുള്ള കാര്യങ്ങൾ നിനക്ക് സംഭവിക്കും. അനന്തമായ സ്നേഹത്തിലേക്ക് അമ്മ കൂട്ടിക്കൊണ്ടുപോകും. നന്നായി ഇന്ന് പ്രാർത്ഥിച്ചൊരുങ്ങിക്കോ. നമ്മളിപ്പോൾ ഈ മക്കളോട് ചേർന്ന് ഗായക സംഘത്തോട് ചേർന്നൊരു പാട്ട്, മാതാവിൻ്റെ ഒരു പാട്ട് പാടാണ്. അപ്പോൾ ഈ പാടുന്ന സമയത്ത് ഇങ്ങനെ അനന്ത സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കുക, എൻ്റെ ജീവിതം വിലയുള്ളതാക്കി മാറ്റുക. ഈ പറയുന്ന വചനത്തിൽ പറയുന്നത് പോലെ വിലയുള്ള ആ നാർദീൻ തൈലം അവളുടെ കയ്യിലുണ്ടായിരുന്നു. ഇന്ന് നിന്റെ കയ്യിൽ പരിശുദ്ധ അമ്മ തരാൻ പോവാണ്. വിലയുള്ള ജീവിതം പരിശുദ്ധ അമ്മ തരാൻ പോവാണ്. നിന്റെ ജീവിതത്തിൽ 5 മേഖലയിലാണ് പരിശുദ്ധ അമ്മ വില നൽകാൻ പോകുന്നത്. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു, 5 മേഖലയിൽ എനിക്ക് വിലയുണ്ടാവണം. ഒരു പക്ഷേ ആർക്കും വിലയില്ലാത്തൊരു ജീവിതം. നമ്മൾ ഈ ഒരു പ്രോഗ്രാമൊക്കെ തുടങ്ങുന്ന ആദ്യ ദിവസം നമ്മൾ പറഞ്ഞു, കൽഭരണി പോലെയായിരുന്നു, വക്ക് പൊട്ടിയ ജീവിതം പോലെയായിരുന്നു. പക്ഷെ ഈ പ്രോഗ്രാം കഴിഞ്ഞ് ജപമാല രാജ്ഞി എന്ന് പറയുന്ന 31 ദിവസത്തെ പ്രോഗ്രാം കഴിഞ്ഞ് പോകുമ്പോൾ നിന്റെ ജീവിതം കൽഭരണിയല്ല, തോൽക്കുടം പോലെ നിറഞ്ഞു നിൽക്കുന്ന, തേൻ നിറഞ്ഞു നിൽക്കുന്ന ആ സമൃദ്ധിയുടെ പര്യായം പോലെ നിന്റെ ജീവിതം മാറാൻ പോവാണ്. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചോ, പരിശുദ്ധ മറിയമേ എൻ്റെ ജീവിതം വിലയുള്ളതാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പാടി ഈ ജപമാല രാജ്ഞി എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ഏറ്റവും ഭക്തിപൂർവ്വം നമുക്ക് പങ്കെടുക്കാനായിട്ട് ഒരുങ്ങാം. അമ്മേ അമലേ അനുഗ്രഹദായികയേ, ഞങ്ങളെ നയിക്കുന്ന നല്ലോരമ്മേ, അമ്മേ അമലേ അനുഗ്രഹദായികയേ, ഞങ്ങളെ നയിക്കുന്ന നല്ലോരമ്മേ,
തവ സന്നിധിയണയും തനയരെയെല്ലാം കാത്തുരക്ഷിക്കണമേ. കാരുണ്യമേകണമേ. ജപമാല മാതാവേ കാത്തുരക്ഷിക്കണമേ. ജപമാല മാതാവേ കാരുണ്യമേകണമേ. എലിസബത്തിന്റെ ജീവിതത്തിൽ ഇടപെട്ടതുപോലെ ഇടപെടാൻ ആഗ്രഹിക്കുന്ന ഈ സമയത്ത് എലിസബത്തിന്റെ ജീവിതം വിലയുള്ളതായി തീർന്നതുപോലെ എൻ്റെ ജീവിതം വിലയുള്ള ജീവിതമാക്കി എൻ്റെ ജീവിതം മാറ്റണമേ എന്ന് ആഗ്രഹിച്ച് എല്ലാവരും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഏതെങ്കിലും രോഗപീഠകളുണ്ടെങ്കിൽ പൈശാചിക ബന്ധനങ്ങളുണ്ടെങ്കിൽ അതെല്ലാം വിട്ടു മാറട്ടെ. വലിയ സൗഖ്യങ്ങൾ ഈ മണിക്കൂറിൽ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. മാതാവേ, ചേർന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇടപെടണമേ എന്ന് ണയുന്നോർക്കെല്ലാം അഭയമേകും ആശ്രിതവത്സലയം യേശുവിനമ്മേ. അണയുന്നോർക്കെല്ലാം അഭയമേകും ആശ്രിതവത്സലയം യേശുവിനമ്മേ. അറിയുന്നു ഞങ്ങൾ അകതാരിൽ അങ്ങേ അലയടിച്ചുയരുന്ന അനന്ത സ്നേഹം. അറിയുന്നു ഞങ്ങൾ അകതാരിൽ അങ്ങേ അലയടിച്ചുയരുന്ന അനന്ത സ്നേഹം. ജപമാല മാതാവേ കാത്തുരക്ഷിക്കണമേ. ജപമാല മാതാവേ കാരുണ്യമേകണമേ. സ്നേഹിതരെ, പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് ചില സ്ത്രീകൾ ഒരുമിച്ച് കൂടുമ്പോൾ അത് ദുരന്തമായി മാറുന്ന സന്ദർഭങ്ങൾ. അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു, പഴയ നിയമത്തിൽ കുറച്ച് സംഭവങ്ങൾ എടുക്കാൻ പറഞ്ഞു, എൻ്റെ മക്കളോട് പറയാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ചില സാന്നിധ്യങ്ങൾ അത് ശാപമായിട്ട് തീരുന്നത് നമ്മൾ കാണാറുണ്ട്. ചിലരുടെ സാന്നിധ്യം ഭയങ്കര ശാപമാണ്. എങ്ങനെയൊക്കെ പ്രവർത്തിച്ചു തുടങ്ങിയാലും അവർ നിൽക്കുന്ന സ്ഥലത്ത് അതിങ്ങനെ ശാപമായിട്ട് മാറുന്നത്. പഴയ നിയമത്തിൽ ചില കഥാപാത്രങ്ങളുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നറിയാം. ഒന്ന് ഹാഗാറും സാറയുമാണ്. ഹാഗാർ ഉണ്ടായിരുന്ന സമയത്ത് അബ്രാഹത്തിന്റെ ആ ഭവനത്തിൽ ഇങ്ങനെ ഒരു ശാപം കണക്കായിരുന്നു ജീവിതം. സാറയും ഈ പറയുന്ന ഹാഗാറും തമ്മിൽ ചേർന്ന് നിൽക്കുന്ന സമയത്ത് അവിടെ ദുരിതങ്ങളാണ്, കണ്ണീര്, വിലാപം എന്ന് പറഞ്ഞാൽ മക്കളില്ലാത്തതിനെ കുറിച്ചുള്ള ആകുലതകൾ, എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരനുഭവം. അങ്ങനെ സാന്നിധ്യം, ചിലരുടെ സാന്നിധ്യം അങ്ങനെയാണെന്നാണ് പറയുന്നത്. ഈ രണ്ടാമത്തെ കഥാപാത്രത്തെ അച്ഛനോട് എടുക്കാൻ പറഞ്ഞത് ഇങ്ങനെയാണ്. പഴയ നിയമത്തിൽ തന്നെ ലെയായും റാഹേലും. പഴയ നിയമത്തിൽ രണ്ട് കഥാപാത്രങ്ങളാണ്. അത് യാക്കോബിനെ കെട്ടുന്നതുമായി ബന്ധപ്പെട്ട് ചേട്ടനീ ചേച്ചിമാരാണ്, പരസ്പരം സാഹോദര്യത്തിൽ നിൽക്കേണ്ടവരാണ്. പക്ഷെ ലയയും ഈ പറയുന്ന റാഹേലും ഒരുമിച്ച് നിന്ന സമയത്തൊക്കെ അവിടെ ഇങ്ങനെ പ്രശ്നങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവരുടെ സാന്നിധ്യം, അവർ ഒരുമിച്ച് നിന്നോ അതൊരു ശാപമായിട്ട് മാറുന്നത് കാണുന്നുണ്ട്. പിന്നെയും കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സാമുവേലിന്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. അത് ഹന്നയും അതുപോലെ തന്നെ പെനീറ എന്ന് പറയുന്ന കഥാപാത്രവും. ഇവർ രണ്ടുപേരും ചേർന്ന് നിൽക്കുന്ന സമയങ്ങളിലൊക്കെ ഇങ്ങനെ ദുരിതത്തിന്റെ അനുഭവങ്ങളാണ്. ഈ മൂന്ന് കാര്യങ്ങൾ എനിക്ക് കാണിച്ചു തന്നിട്ട് പരിശുദ്ധ അമ്മ എന്നോട് എടുക്കാൻ പറഞ്ഞു. മോനെ, പുതിയ നിയമത്തിലേക്ക് വന്നേ. പരിശുദ്ധ അമ്മ വന്ന സമയങ്ങളിലൊക്കെ ഒന്ന് നോക്കി. എലിസബത്തിനെ സന്ദർശിച്ച സമയത്ത് അവിടെ രണ്ട് സ്ത്രീകളാണ്. എനിക്ക് ഭയങ്കര ഒരു കമ്പാരിസന് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നേ വരെ ചിന്തിക്കാത്തൊരു കാര്യമാണ്. പരിശുദ്ധ അമ്മ എനിക്ക് വെളിപ്പെടുത്തി വന്നിട്ട് പറയാണ്, എൻ്റെ മോനെ, പഴയ നിയമത്തിൽ ഹാഗാറും ഈ പറയുന്ന സാറയും ചേർന്ന് നിൽക്കുന്ന സമയത്ത് അവരുടെ സാന്നിധ്യം ശാപമായി. പെനീറയും ഈ പറയുന്ന ഹന്നയും ചേർന്ന് നിൽക്കുന്ന സമയത്ത് സാന്നിധ്യം ശാപമായി. റാഹേലും ലേയും ചേർന്ന സമയത്ത് ശാപമായി. പക്ഷേ പുതിയ നിയമത്തില് പരിശുദ്ധ അമ്മ ആരുടെ ഒപ്പമൊക്കെ കൂടുന്നുണ്ടോ ആ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ ശാപമല്ല, അതൊക്കെ അനുഗ്രഹവും വിലയേറിയതുമായ ജീവിതമായിട്ട് അവരുടെ ജീവിതം മാറുകയാണ്. അത് പരിശുദ്ധ അമ്മയ്ക്കുള്ള ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീണ്ടും വീണ്ടും ഇൻസിസ്റ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം ഇങ്ങനെയാണ്. അതെങ്കിലും മാതാവിനോടൊക്കെയുള്ള സ്നേഹം. ചിലർ എന്നോട് ചോദിക്കുക, എന്താ അച്ഛൻ എന്തിനാ മാതാവിനോട് ഇത്ര സ്നേഹം? എൻ്റെ സ്നേഹമുള്ളവരെ, മാതാവിനെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാനിങ്ങനെ, നമ്മൾ പറയില്ലേ, മിന്നുന്ന നക്ഷത്രങ്ങൾ അതിങ്ങനെ ആകാശത്ത് കാണാൻ തുടങ്ങിയത്.
നെഞ്ചിൻ്റെ ഉള്ളിൽ നക്ഷത്രങ്ങൾ, ഇങ്ങനെ ജീവിതം ഇങ്ങനെ തിളങ്ങുന്ന അനുഭവം. നമ്മളിങ്ങനെ പറയില്ലേ, ഓൾ ആർ ഗ്ലിറ്ററിങ്, എല്ലാം ഇങ്ങനെ തിളങ്ങുന്ന അനുഭവം. അത് കാണുന്നത് എപ്പോഴാണെന്നറിയോ? അത് ഞാനിങ്ങനെ പരിശുദ്ധ അമ്മയെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ തുടങ്ങിയ രാത്രിയുടെ യാമങ്ങളാണ്. അമ്മയോട് ചേർന്ന് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ സ്നേഹമുള്ളവരെ, അമ്മ പരിചയപ്പെടുത്തിയ കാര്യം എങ്ങനെയാണ്? ആകാശത്ത് നക്ഷത്രങ്ങൾ, മണ്ണിൽ നക്ഷത്രങ്ങൾ, നിന്റെ വീടിൻ്റെ മുറ്റത്ത് നക്ഷത്രങ്ങൾ, നിന്റെ നെഞ്ചകത്ത് നക്ഷത്രങ്ങൾ. പരിശുദ്ധ അമ്മയുടെ പുതിയ പുസ്തകമാണ്. കഴിഞ്ഞ ദിവസം നമ്മളുടെ മാത്യുവച്ചൻ എഴുതി തന്ന അവതാരിക എഴുതിയൊരു പുതിയ പുസ്തകം, എൻ്റെ 60ാമത്തെ പുസ്തകമാണ് കഴിഞ്ഞ ദിവസം. ഈ 60ാമത്തെ പുസ്തകം ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പ്രോഗ്രാമാണത്. ഈ ഒരു പ്രോഗ്രാമിന് ഇവിടെ വന്ന് ജപമാല രാജ്ഞി എന്ന് പറയുന്ന പ്രോഗ്രാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പ്രോഗ്രാമിന് ഈ മോൻ ഇങ്ങനെ പറയേണ്ടടുത്ത്, അച്ഛാ ഈ പാട്ട് ആ പാട്ട് എന്ന് പറയുന്ന സമയത്ത്, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കിട്ടുന്ന കാര്യങ്ങളാണ് 20 വെളിപ്പെടുത്തലുകളായിട്ട് പുതിയ പുസ്തകം എന്ന് പറഞ്ഞാൽ. ഒറ്റ രാത്രി കൊണ്ടാണ് ഒരു പുസ്തകം മുഴുവൻ ഇങ്ങനെ, ആ പുസ്തകം മുഴുവൻ ഇങ്ങനെ എഴുതുന്ന സമയത്ത് ഞാനിങ്ങനെ നമ്മൾ പറയില്ലേ, ആകാശത്ത് ഇങ്ങനെ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നത് കാണാം. അതെങ്ങനെയാണ് കാണണമെന്നറിയോ സ്നേഹമുള്ളവരെ? എന്നോട് ചോദിക്കാറുണ്ട്, അച്ഛനെങ്ങനെ ഇത്രയും പെട്ടെന്ന് പുസ്തകം എഴുതുന്നത് എങ്ങനെയാ, ഇത്രയും പെട്ടെന്ന് പാട്ട് എഴുതുന്നത് എങ്ങനെയാ? കുരുക്കഴിക്കണ മാതാവിൻ്റെ നൊവേന കഴിഞ്ഞ ഇത് തുടങ്ങിയ ഒക്ടോബറിൽ ആദ്യ ദിവസം ആരംഭിച്ചതാണ്. 1 മാസത്തിനുള്ളിൽ 1,00,000-ലധികം പേര് അത് കണ്ട് പരിശുദ്ധ അമ്മേനെ, അച്ഛാ ഞങ്ങളിങ്ങനെ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ കുരുക്കഴിക്കുന്ന മാതാവ് ഇങ്ങനെ ഇടപെട്ടു എന്നൊക്കെ പറയുന്ന ഇത്രയും അത്ഭുതങ്ങൾ നിങ്ങൾ വെറുതെ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്. വെറുതെ ക്യൂൻ ലൈവ് എന്ന് പറഞ്ഞ മീഡിയ, അല്ലെങ്കിൽ ഈ പറയുന്ന മീവൽ എന്ന് പറയുന്ന 2 ചാനൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 25 ലക്ഷം 30 ലക്ഷം പേര് കാണുന്ന വീഡിയോ ഒക്കെ 1 മാസത്തിനുള്ളിൽ നമ്മളാണ് ഇറങ്ങുന്നത്. അതെങ്ങനെയാണ്? ഒരു അച്ഛൻ എന്നുള്ള നിലയിൽ സ്നേഹമുള്ളവർ, എനിക്ക് പറ്റില്ല, എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. ഇന്ന് പോലും ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പനി പിടിച്ച് അത്രയും ക്ഷീണിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലുള്ള സന്തോഷം ഇവിടെ വന്ന് ഇത് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മ ഇങ്ങനെ ജീവിതം ഇങ്ങനെ വിലയുള്ള ജീവിതമാക്കി മാറ്റും. അവളുടെ സാന്നിധ്യം ഉള്ളിടത്തൊക്കെ ഇങ്ങനെ, പഴയ നിയമത്തിലൊക്കെ എങ്ങനെയല്ലേ, ആരൊക്കെ ഒരുമിച്ച് നിൽക്കണോ അവരുടെ സാന്നിധ്യമൊക്കെ ഇങ്ങനെ ശാപം. പഴയ നിയമത്തിൽ ഒറ്റ കഥാപാത്രം കൂടെ ഓർത്താൽ നല്ലതാ. ഒന്ന് അത് ആ യോനാ പ്രവാചകനാണ്. യോനാ പ്രവാചകൻ പോയിടത്തൊക്കെ ശാപമായിരുന്നില്ലേ? അവൻ പോയ സ്ഥലങ്ങളിലൊക്കെ, അവൻ കയറിയപ്പോഴാണ് കപ്പല് ആടി ഉലയാൻ തുടങ്ങുന്നത്. തിമിംഗലത്തിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ അവൻ്റെ സാന്നിധ്യം എല്ലാ സ്ഥലത്തും ശാപമായി മാറിയ ജീവിതം. പക്ഷെ സ്നേഹമുള്ളവരെ, പുതിയ നിയമത്തിലേക്ക് പരിശുദ്ധ അമ്മ എവിടെയൊക്കെ കടന്നു വന്നിട്ടുണ്ടോ അവിടെയൊക്കെ ഒരിക്കൽ പോലും ഒരു ശാപമായില്ല. ശാപമാകേണ്ട ഒരു സ്ഥലം പോലും അത് അനുഗ്രഹമായിട്ട് മാറി. അതിന് ഏറ്റവും നല്ല തെളിവാണ് ഗോൽഗോൽത്ത. ആ സ്ഥലം ഏറ്റവും ശപിക്കപ്പെട്ട മണ്ണാണ്. സ്ത്രീ ജനങ്ങൾ അതിൻ്റെ മുകളിലേക്ക് കയറിപ്പോവില്ല. കയറിപ്പോയാൽ അവിടെ നിന്ന് നിരാശപ്പെട്ട് മരണകരമായ അനുഭവത്തിലൂടെ ഇറങ്ങി പോകുന്നവരാണ്. അങ്ങനെയാണ് ഗോൽഗോൽത്തയുടെ ചരിത്രം. കപാലങ്ങൾ കഥ പറയുന്ന സ്ഥലം. കപാലങ്ങൾ എന്ന് പറഞ്ഞാൽ തലയോട്ടികൾ മാത്രം ഉണ്ടായിരുന്ന സ്ഥലമാണ് ഈ പറയുന്ന ഗോൽഗോൽത്ത എന്ന് പറയുന്ന ആ സ്ഥലം. പക്ഷേ അവിടേക്ക് ഒരു സ്ത്രീ കയറിപ്പോയി. ഒരു പാവപ്പെട്ട കന്യാസ്ത്രീയെ പോലെ ജീവിത വിശുദ്ധിയോടുകൂടെ ഒരു സ്ത്രീ ഇങ്ങനെ അവിടെ കയറിപ്പോയപ്പോൾ പിന്നീട് ഗോൽഗോൽത്ത എന്ന് പറയുന്ന ശപിക്കപ്പെട്ട ഭൂമി അത് അനുഗ്രഹത്തിന്റെ സ്ഥലമായി. നിങ്ങൾ പലരും പോയിട്ടില്ലേ? വിശുദ്ധ നാട് സന്ദർശിക്കാൻ പോകുമ്പോൾ ഗോൽഗോൽത്ത കയറും. അവിടെ കയറിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് പടിയിറങ്ങുമ്പോൾ അവിടെയുള്ളവർ പറയുന്ന കാര്യമുണ്ട്, ഇത് ശപിക്കപ്പെട്ട മണ്ണായിരുന്നു. റോമൻ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തമായി കൊലക്കയറുകൾ വീണിരുന്ന, കുരിശിൻ്റെ അടിമുടിയേറ്റ് തകർന്ന മനുഷ്യർ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധ അമ്മ ഇടപെട്ടപ്പോൾ അതൊരു ശപിക്കപ്പെട്ട സ്ഥലമല്ല, പിന്നീട് അത് അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, ഈ ആരാധനയിൽ, ഈ ധ്യാനത്തിൽ, ഈ ജപമാല രാജ്ഞി എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നീ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നീ ഇന്ന് തീരുമാനിച്ചോ, നിന്റെ ശപിക്കപ്പെട്ട ജീവിതം മറ്റുള്ളവരെ നിന്നോട് പറയില്ലേ, നീ ശപിച്ച പെണ്ണാ, നീ ശപിക്കപ്പെട്ട വ്യക്തിയാണ്, നീ ശപിക്കപ്പെട്ടവനാണ്, നീ നിന്റെ കുടുംബത്തോടുകൂടെ നശിച്ചു പോയതാന്നൊക്കെ പറഞ്ഞ് നിന്നെ ശപിച്ചവരുണ്ടാവാം. പക്ഷെ ഇന്ന് നീ അമ്മയോട് ചേരാൻ തീരുമാനിക്കുക. പരിശുദ്ധ അമ്മയോട് ചേരാൻ തീരുമാനിക്കുമ്പോൾ എലിസബത്തിന്റെ ജീവിതത്തിൽ സന്ദർശിച്ചതുപോലെയുള്ള 5 പ്രവർത്തികൾ അച്ഛനോട് എഴുതി വയ്ക്കാൻ പറഞ്ഞു. ഇങ്ങനെ ഈ വരുന്ന സമയത്താണ് അച്ഛൻ ഈ ഒരു 5 കാര്യങ്ങൾ പരിശുദ്ധ അമ്മ പറഞ്ഞു തന്നെ. 5 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്നുണ്ടോ, അമ്മയോടൊപ്പം ജപമാല ചൊല്ലുന്നുണ്ടോ? ഈ ജപമാല രാജ്ഞി എന്ന് പറയുന്ന പ്രോഗ്രാം വലിയൊരു പ്രോഗ്രാമൊന്നുമില്ല, ഇതൊരു കുഞ്ഞു പ്രോഗ്രാമാണ്. പക്ഷെ നീ ഈ പ്രോഗ്രാമിന് വില കൊടുത്ത് ജപമാല ജപിക്കാൻ മാത്രം തീരുമാനിച്ചാൽ മതി. വേറെ കുറെ കാര്യങ്ങളൊന്നും വേണ്ട സ്നേഹമുള്ളവരെ. കുറേ അധികം കാര്യങ്ങൾ നീ ചെയ്ത് നിന്റെ സമയം കളയണ്ട. ഒറ്റ
ഒറ്റ കാര്യം ചെയ്താൽ മതി. ഈ ജപമാല കയ്യിലെടുത്ത് ഈ ജപമാല ചൊല്ലി. എന്നോട് ചോദിക്കാറുണ്ട്, അച്ഛന് ബോറടിക്കുന്നില്ലേ, പെടവകയില്ലേ, ധ്യാനങ്ങളില്ലേ, വേറെ കാര്യങ്ങളൊന്നുമില്ല, അച്ഛന് ബോറടിക്കണില്ലേ സ്നേഹമുള്ളവരെ? ബോറടിക്കണില്ല. കാരണം ഇത് കയ്യിലെടുത്ത് ഇതിങ്ങനെ ഉരുട്ടാൻ തുടങ്ങുമ്പോൾ അമ്മ ഇങ്ങനെ വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങൾ 5 മേഖലകളിൽ നിന്റെ ശാപത്തിന്റെ അവസ്ഥകളിൽ നിന്ന് മാറ്റും. 1, പരിശുദ്ധമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്, അവൾ പുഞ്ചിരിക്കാൻ തുടങ്ങി. ആണ് സംഭവിക്കുക. നീ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കുമ്പോൾ സംഭവിക്കുന്ന ആദ്യത്തെ കാര്യം ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ, അമ്മ വന്നാൽ ശപിക്കപ്പെട്ട ആ ഗോൽഗോൽത്താലിൽ അവർ ചിരിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ, നിങ്ങൾ നോക്കി വെറുതെ ഒന്ന് ആലോചിച്ചേ. ഗോൽഗോൽത്തോടെ ആ സിറ്റുവേഷനിൽ അവർ കരയുന്ന അമ്മയെ നീ കരയുന്ന സ്ത്രീയെ നീ കണ്ടു? അവിടെ ഏതെങ്കിലും ചിത്രകാരന്മാരവിടെ ശരിക്കും വരച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അവരുടെ മുഖത്തൊക്കെ ഒരു അഭൗമമായ ഒരു സൗന്ദര്യം ഉണ്ടായിരുന്നു. കുരിശില് മഴവില്ല് വിരിയുന്നത് കണ്ടവരാണ് അവര്. കുരിശില് മഴവില്ല്. അതിന്റെ കാരണം എന്താണെന്നറിയോ? പരിശുദ്ധ അമ്മയുള്ളിടത്തെല്ലാം പുഞ്ചിരി. എലിസബത്തിന്റെ ജീവിതത്തിൽ പുഞ്ചിരിയില്ലാത്ത ജീവിതമായിരുന്നു. പുഞ്ചിരിയില്ലാത്ത സ്ത്രീ ആയിരുന്നു എലിസബത്ത്. എല്ലാവരും കളിയാക്കി. എടി നിനക്ക് ഇത്ര വയസ്സായില്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി. മച്ചി എന്ന് വിളിക്കുന്നത് പോലെ ഒരു സ്ത്രീയെ ഒരിക്കലും വിളിക്കാൻ പാടില്ലാത്ത ആ വാക്കുപോലും ഉപയോഗിച്ച് ഈ എലിസബത്തിനെ കളിയാക്കിയവരുടെ മധ്യേ നിന്ന് പരിശുദ്ധ മറിയം വന്നപ്പോൾ അവൾ പുഞ്ചിരിച്ചു എന്ന് എഴുതി വെച്ചേക്കാം. പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കാൻ തുടങ്ങുമ്പോൾ നീ വെറുതെ ചിരിക്കുന്ന അനുഭവം. മറ്റുള്ളവരൊക്കെ പറയും നിനക്ക് ഭ്രാന്താണോ? പറയട്ടെ. പക്ഷെ പരിശുദ്ധ അമ്മയുടെ മക്കളുടെ ഉള്ളിൽ കിട്ടുന്ന ഒരു സന്തോഷത്തിന്, ഒരു പുഞ്ചിരിക്ക് അളവില്ലാത്ത പുഞ്ചിരി. ഈ പാട്ടിൽ നമ്മൾ കേട്ടില്ലേ? അളവില്ലാത്ത ആനന്ദം നിന്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ കൊണ്ടുവരും. 2ാമത്തെ കാര്യം ഇങ്ങനെയാണ്, അവളുടെ ജീവിതം പ്രത്യാശപൂർണമായി. എലിസബത്തിന്റെ ഉള്ളിൽ അത്ര നാള് ഒരു പ്രത്യാശയുണ്ടായിരുന്നില്ല. ഞാൻ എന്തിനാ ജീവിക്കണം, കാരണം എനിക്ക് മക്കളില്ല, എൻ്റെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് എലിസബത്തിനെ സന്ദർശിക്കാൻ പരിശുദ്ധ അമ്മ കടന്നു വന്നത്. പരിശുദ്ധ അമ്മ ആ വീട്ടിൽ വന്ന് ആ ശപിക്കപ്പെട്ട ജീവിതത്തെ അനുഗ്രഹിച്ച സമയം മുതൽ പിന്നെ അവളുടെ ജീവിതം പ്രത്യാശ നിറഞ്ഞ ജീവിതമായിട്ട് തീരാൻ തുടങ്ങാം. അപ്പൊ നിന്റെ ജീവിതത്തിൽ അങ്ങനെയാണ്. നീ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ. അമ്മ എങ്ങനെ ജീവിതം ഇങ്ങനെ പ്രത്യാശപൂർണ്ണമാക്കും. നമുക്കറിയില്ല എന്താണ് വരാൻ പോണെന്ന് അറിയില്ല. പക്ഷേ പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത പ്രവൃത്തികൾ നിന്റെ കൺമുമ്പിൽ അവൾ ഇങ്ങനെ കൊണ്ടുവന്ന് നിന്റെ ജീവിതം ഇങ്ങനെ പ്രത്യാശപൂർണ്ണമാക്കി തരും. 3ാമത്തെ കാര്യം ഇങ്ങനെയാണ്, അവളുടെ ഇരുളടഞ്ഞ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രകാശിക്കാൻ തുടങ്ങുന്നത്. നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. മാതാവിൻ്റെ മക്കളുടെ ഒരു പ്രത്യേകത, അവരിങ്ങനെ പ്രകാശിക്കും. അതങ്ങനെയല്ലേ? ആ പറയുന്ന സ്ഥലത്ത് ബെത്ലഹേമിൽ ഒരു നക്ഷത്രം ഉദിച്ചു. അതിന്റെ കാരണക്കാരി പരിശുദ്ധ മറിയം നിൽക്കുന്നിടത്തെല്ലാം ഒരു നക്ഷത്രത്തിന്റെ ശോഭയുണ്ടായിരിക്കും. അങ്ങനെയാണ് വചനം എഴുതി വെച്ചിരിക്കുന്നത്. അവൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ഒരു സൂര്യനെ പോലെ ഒരു നക്ഷത്രം, ഒരു വാൽ നക്ഷത്രം അവളുടെ ബെത്ലഹേമിന്റെ മുകളിൽ നിന്നു. ആരുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങൾ വിചാരിച്ചോ, നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹമുള്ളവരെ പ്രകാശം നിറയാൻ തുടങ്ങും. മറ്റുള്ളവരിങ്ങനെ പ്രകാശം കണ്ടുകൊണ്ടിരിക്കും. ചിലരിങ്ങനെ പറയില്ലേ, ചില മനുഷ്യരുടെ അടുത്ത് നിൽക്കുമ്പോൾ പ്രകാശം. നിന്റെ ജീവിതത്തിൽ പ്രകാശം വേണോ? നീ പ്രാർത്ഥിച്ചൊരുങ്ങി അമ്മയോട് ചേർന്ന് ജീവിക്കാൻ തുടങ്ങ്. 4, അവളുടെ നിശബ്ദത സംഗീതമായി മാറി. നിശബ്ദതയില്ലേ. പിന്നെ ചിലർ പറയില്ല എനിക്ക് സംസാരിക്കാനേ തോന്നുന്നില്ല. അപ്പോൾ ചിലരൊക്കെ എന്നോട് പറയാറുണ്ട്, പക്ഷേ സംസാരിക്കാൻ തോന്നുന്നില്ല. ഒരു മനുഷ്യൻ സംസാരിക്കേണ്ട സമയമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനിങ്ങനെ ഇത്ര വാക്കുകൾ യൂസ് ചെയ്യും. പക്ഷെ അതിൽ അത്ര വാക്കൊന്നും ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. കാരണം എന്താ? പ്രത്യേകിച്ച് പുരുഷന്മാരൊന്നും സംസാരിക്കാറില്ല. ഇവിടെ നിന്ന് ആലോചിച്ച് നോക്കി, നീ വീട്ടിൽ പോയാൽ നീ സംസാരിക്കുകയാണോ കൂടുതൽ? ഈ ഒന്നുമില്ലെങ്കിൽ വാട്സപ്പിലോ ഈ പറയുന്ന ഇൻസ്റ്റയിലോ മാത്രം നിന്റെ ജീവിതം തീരല്ലേ? സംസാരം ഒരു ദിവസത്തിൽ 24 മണിക്കൂറിൽ നീ സംസാരിക്കേണ്ട ഒരു അങ്ഷൻ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഒരു ശാസ്ത്രം പറയുന്നുണ്ട്. നീ ഒരു പുരുഷൻ ഇത്ര സംസാരിക്കും. ഉദാഹരണം പറഞ്ഞാൽ 400 വാക്കാണ് ഒരു പുരുഷൻ പറയണമെങ്കിൽ സ്ത്രീ 800 വാക്ക് പറയണം. അങ്ങനെയാണ് അതിൻ്റെ ഒരു സാധാരണഗതിയിൽ. നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മളത് കാണാറുള്ളതാണ്. പക്ഷെ ഇന്ന് ഈ 400 വാക്കുകൾ പോലും നമ്മൾ സംസാരിക്കുന്നില്ല. കാരണം എന്താ? നമുക്ക് സംസാരിക്കാൻ മേറ്ററില്ല, സംസാരിക്കാൻ തോന്നുന്നില്ല. ഭാര്യയുടെ അടുത്ത്, ഭർത്താവിൻ്റെ അടുത്ത്, മക്കളുടെ അടുത്ത്, ആരോടും. പക്ഷെ നിങ്ങൾ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കാൻ തുടങ്ങി.
അമ്മയെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ സംസാരിക്കാൻ തുടങ്ങും. എലിസബത്ത് സംസാരിച്ചു തുടങ്ങിയെന്നാണ് പറയുന്നത്. എലിസബത്ത് അങ്ങനെ സംസാരിച്ചിരുന്ന ഒരു സ്ത്രീ അല്ല. പക്ഷേ അവളുടെ ഉള്ളിൽ പരിശുദ്ധ മറിയം വഴി പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ എലിസബത്ത് സംസാരിക്കാൻ തുടങ്ങാണ്. കൃപയുടെ വാക്കുകൾ സംസാരിക്കും. ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വാക്ക് സംസാരിക്കാൻ തുടങ്ങിയത് അത് അമ്മയെ കൂട്ടുപിടിക്കാൻ തുടങ്ങിയപ്പോഴാണ്. 3 മിനിറ്റ് സംസാരിക്കാൻ പേടിയുണ്ടായിരുന്ന അച്ഛനാണ് ഞാൻ. മാതാവിനെ കൂട്ടുപിടിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ സ്നേഹമുള്ളവരെ പറഞ്ഞ് തീരണില്ല. ഇവരിങ്ങനെ ടൈം ഔട്ടൊക്കെ കാണിക്കും. ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും 5 മിനിറ്റ് എപ്പോഴാവണേ പറഞ്ഞാൽ തീരുവോളം അത് നിനക്ക് പരിശുദ്ധ അമ്മ തരുന്ന ഒരു ഗിഫ്റ്റ്. അമ്മയെ സ്നേഹിക്കാൻ തുടങ്ങിക്കോ, അമ്മ നിന്നെ സംസാരിക്കാൻ പഠിപ്പിക്കും. അത് കുറേ വിശുദ്ധരുണ്ട്. നമ്മൾ സമയത്തിൻ്റെ പേരിൽ അച്ഛൻ അവസാനിപ്പിക്കും. 5-ാമത്തെ കാര്യം, അവൾ പരിശുദ്ധാത്മാവിനെ നൽകും. നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ അവസാനത്തെ ദിവസം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. അമ്മയെക്കൊണ്ട് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം പരിശുദ്ധാത്മാവിനാൽ നിന്നെ നിറയ്ക്കാം. 5 കാര്യങ്ങൾ. 1 മിനിറ്റ് കണ്ണുകളടച്ചോ, കരങ്ങൾ കൂപ്പിക്കും. എല്ലാവരും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചോ. ശപിക്കപ്പെട്ട ഗോൽഗോൽത്ത എന്ന് പറയുന്ന ആ സ്ഥലം പരിശുദ്ധ മറിയത്തിൻ്റെ പാദസ്പർശമേറ്റപ്പോൾ അതൊരു പുണ്യസ്ഥലമായി മാറിയതുപോലെ ശപിക്കപ്പെട്ട നിന്റെ ജീവിതം ഇന്ന് അത് അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാവാണ്. അവൾ സന്ദർശിച്ചപ്പോൾ എലിസബത്തിന്റെ ഉള്ളിൽ ശിശു തുള്ളിച്ചാടിയതുപോലെ, അവൾ ആത്മാവിൽ നിറഞ്ഞതുപോലെ ആരൊക്കെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു, ഈ ജപമാല രാജ്ഞി എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ കടന്നു പോകുന്ന എല്ലാ ദൈവമക്കളുടെ ജീവിതത്തിലും ഒരു ദൈവീക ചൈതന്യം, ഒരു ദൈവീക പ്രകാശം നിറഞ്ഞ് ആത്മീയമായൊരു ഉന്നമനത്തിന്, ആത്മീയമായൊരു അഭിവൃദ്ധിക്ക് അത് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക അനുഗ്രഹത്താൽ നിറയാൻ ആഗ്രഹിച്ച് തുടർന്ന് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് വികാരുണീശോയുടെ ആശീർവാദത്തിനായി നമുക്ക് ഒരുങ്ങാം. കണ്ണീരൊഴിച്ചെൻ്റെ ഹൃദയ വിളക്കു തെളിക്കും, കണ്ണിമ ചിമ്മാതെ കാവലിരുന്നിടും. കണ്ണീരൊഴിച്ചെൻ്റെ ഹൃദയ വിളക്കു തെളിക്കും, കണ്ണിമ ചിമ്മാതെ കാവലിരുന്നിടും. കർത്താവേ വന്നിടുകൻ ജീവിതത്തിൽ നീ, കാലങ്ങളേറെയായി കാത്തിരിപ്പൂ. കർത്താവേ വന്നിടുകൻ ജീവിതത്തിൽ നീ, കാലങ്ങളേറെയായി കാത്തിരിപ്പൂ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളവരെ മത്തായിയുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിന്റെ 28, 29, 30, 32, 33 തിരുവചനങ്ങളിലെല്ലാം പറയുന്നത് നിങ്ങൾ ആകുലരാകണ്ട, നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വരുമെന്നാണ്. കർത്താവിൻ്റെ ഒരു വലിയ വാഗ്ദാനമാണ്. ആരൊക്കെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ അവരുടെ ജീവിതത്തിന്റെ എല്ലാ ആകുലതകളും അവൾ വഴി ഈശോ എടുത്തു മാറ്റും. അതൊരു ഉറപ്പാണ്. ഇന്ന് നീ ആഗ്രഹിച്ചിട്ട് പ്രാർത്ഥിക്കുക. ഏതെങ്കിലുമൊക്കെ ആകുലതയോട് കൂടിയിട്ടിരിക്കുന്നവരല്ലേ? ആ എലിസബത്തിന്റെ ഉള്ളിൽ ഒരുപാട് ആകുലതകൾ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ ഒരു കുഞ്ഞിനെ, ഈ പ്രായത്തിൻ്റെ ആധിക്യത്തിൽ എനിക്ക് കുഞ്ഞ് ശരിയാവോ, എനിക്ക് കുഞ്ഞിനെ കിട്ടുമോ, അതോ എൻ്റെ ഉള്ളിൽ വെച്ച് എൻ്റെ കുഞ്ഞ് മരണപ്പെടുവോ തുടങ്ങിയ ഒരുപാട് ആകുലതകളോട് കൂടിയിട്ടാണ് അവൾ അവിടെ ഇരുന്നത്. ആ സമയത്താണ് പരിശുദ്ധ അമ്മ അവിടെ കടന്നു ചെന്നിട്ട് പറയുന്നത്, എൻ്റെ കുഞ്ഞ് നീ ആകുലപ്പെടണ്ട, എൻ്റെ സഹോദരി, നിന്റെ കൂടെ നിന്റെ ദൈവമായ കർത്താവുണ്ട്. നിന്റെ ദൈവമായ കർത്താവ് കൂടെയുണ്ടെങ്കിൽ നിനക്ക് ആകുലതയ്ക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് പരിശുദ്ധ മറിയം അവളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. അവളോട് പറഞ്ഞു, നിന്റെ കണ്ണീരനുഭവങ്ങൾ മാറും. നിന്റെ ജീവിതത്തിന്റെ കണ്ണീരനുഭവങ്ങൾ, നമ്മളിപ്പോൾ തന്നെ പാട്ടിൽ കേട്ടതുപോലെ, കണ്ണീരൊഴിച്ചെൻ്റെ ഹൃദയവിളക്ക് തെളിയിക്കാൻ എൻ്റെ കർത്താവിന് പറ്റും. അത് പരിശുദ്ധ അമ്മ തിരിച്ചറിഞ്ഞു. അമ്മയുടെ ഒരു വലിയൊരു ദൈവാശ്രയ ബോധം ഉണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു ആരാധനയുടെ സമയത്ത് അത് വേണം. എൻ്റെ മക്കളൊന്ന് ആഗ്രഹിച്ചേ, ദൈവാശ്രയ ബോധം. പരിശുദ്ധ അമ്മയുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ദൈവാശ്രയ ബോധം. അതുകൊണ്ടാണ് അവൾ പോയിടത്തൊക്കെ അനുഗ്രഹമായി മാറിയത്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഗ്രഹമായി മാറിയത് അവൾ ദൈവത്തിൽ ആശ്രയിച്ചു എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇന്ന് ഈ ആരാധനയിൽ ആകുലപ്പെടുന്നുണ്ടോ? അതിൻ്റെ കാരണം നിനക്ക് ദൈവാശ്രയ ബോധം ഇല്ല എന്നുള്ളതാണ്. ദൈവം ഇടപെടുന്നുള്ള ഒരു ചിന്തയില്ലാത്തതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം.
പക്ഷെ പരിശുദ്ധ അമ്മയ്ക്ക് ഉറപ്പായിരുന്നു, അമ്മ പോകുന്നിടത്തെല്ലാം അതാണ് അവരോട് പറഞ്ഞത്, നിങ്ങൾ എന്തിനാ മനുഷ്യരിൽ ആശ്രയിക്കുന്നത്, എൻ്റെ മകനിൽ ആശ്രയിക്കുക, അവൻ പറയുന്നത് ചെയ്യേ. ആ സമയത്താണ് അവിടെ വെള്ളം വീഞ്ഞാകുന്ന അത്ഭുത പ്രവൃത്തി. ഇപ്പോൾ ഈ സമയത്ത് ആരാധനയിൽ എല്ലാ ദൈവമക്കളും ഒന്ന് കരങ്ങളൊന്ന് കൂപ്പിപ്പിടിച്ചേ, കണ്ണുകളൊന്ന് അടച്ചേ, എന്നിട്ടൊന്ന് ആഗ്രഹിച്ചിട്ടൊന്ന് പ്രാർത്ഥിക്കുക. നിന്റെ ആകുലതകളെല്ലാം അതൊന്ന് ഏൽപ്പിച്ചേ. ആകുലതയുടെ ബാണ്ടക്കെട്ടുകൾ അച്ഛനിങ്ങനെ ഈ ആരാധനയിൽ കാണിച്ചിരുന്നത് ഇങ്ങനെയാണ്. കുറേ മക്കളിങ്ങനെ ആകുലതയുടെ ബാണ്ടക്കെട്ട് ചുമന്ന് പോയിക്കൊണ്ടിരിക്കുന്നവർ, പലവിധ ആകുലതകളുടെ ബാണ്ടക്കെട്ടുകൾ, ശപിക്കപ്പെട്ട ജീവിതം എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവർ കളിയാക്കിയവരുണ്ട്. ഇപ്പോൾ ഈ ആരാധനയിൽ പ്രാർത്ഥിച്ചു, കണ്ണീരൊഴിച്ച് ഹൃദയവിളക്ക് തെളിക്കാൻ എൻ്റെ ഈശോ എൻ്റെ അടുത്തുണ്ട്, എൻ്റെ ഈശോ എൻ്റെ അടുത്ത് വരും, എൻ്റെ ആകുലതകൾ മാറ്റും. അവിടുന്ന് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അവിടുന്ന് പറയുന്നു, അത് തിരിച്ചറിഞ്ഞോ, നീ നാളെയെക്കുറിച്ച് ആകുലപ്പെടണ്ട എന്ന് കർത്താവിൻ്റെ തിരുവചനം. അത് ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ചില മക്കളോട് പറയുന്നുണ്ട്. ഒരു ജപമാല ചൊല്ലിത്തീരുന്നതോടുകൂടെ നിന്റെ ആകുലതകൾ മാറും. നിന്റെ ജീവിതത്തിൽ ആകർഷണീയമായ ഒരു ജീവിതം പരിശുദ്ധ മറിയം വഴി ഈശോ നൽകും. എലിസബത്തിനെ സന്ദർശിച്ച പരിശുദ്ധ മറിയം ഇപ്പോൾ ആരോടൊക്കെയോ ഈ സമയത്ത് പറയുന്നു, എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ആകുലപ്പെടരുതേ, രോഗത്തെ ഓർത്ത് ആകുലപ്പെടണ്ട. ചില മക്കൾ ഇങ്ങനെ രോഗങ്ങൾ ഓർത്ത് വരാനിരിക്കുന്ന റിസൾട്ട് കാത്തിരിക്കുന്നവര്, ആ റിസൾട്ടുകളെല്ലാം നോർമലായി മാറുന്നത് നീ കാണും. വരുന്ന വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ ഒരു അത്ഭുതത്തിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. ഇതിലുള്ള 3 വ്യക്തികളോട് പരിശുദ്ധ മറിയം പ്രത്യേകം പറയുന്നു, നീ റിസൾട്ട് കാത്തിരുന്ന് പേടിച്ചിരിക്കുകയല്ല വേണ്ടത്. പേടിക്കുന്നത് കാരണം പ്രാർത്ഥിക്കാൻ പോലും മറന്നു പോകുന്ന ചില വ്യക്തികളെ പരിശുദ്ധ അമ്മ കാണിക്കുന്നു. നീ ജപമാല കയ്യിലെടുത്ത് ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുത്തോ. അടുത്ത വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ, ഒരാഴ്ചയ്ക്കുള്ളിൽ നിന്റെ ജീവിതത്തിൽ നീ ഏറ്റെടുത്തിരിക്കുന്ന കാര്യങ്ങൾ, നീ കേൾക്കാനിരിക്കുന്ന കാര്യങ്ങൾ, അത് ശുഭകരമായ കാര്യങ്ങളാക്കി മാറ്റും. നിന്റെ ആകുലതകൾ അവൾ എടുത്തു മാറ്റി എന്ന് പൂർണ്ണമായി നീ തിരിച്ചറിയും. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും അതിരം തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. കടക്കെണിയിൽ പെട്ടുകഴിയുന്ന മക്കള്, ചില ഓൺലൈൻ ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ പറ്റാത്തവര് എന്ന് പറഞ്ഞാൽ സ്ഥിരമായി ഓൺലൈനിലൂടെ പൈസയൊക്കെ വാങ്ങിയവര്, ചില വ്യക്തികള് അതിന്റെ കടം കയറി ആ വലിയ പ്രതിസന്ധിയിൽ പോകുന്നവര്, അതിൽ നിന്നെല്ലാം പരിശുദ്ധ മറിയം അനേകം മക്കളെ മോചിപ്പിക്കുന്നതായിട്ട് കാണുന്നു. ചില ബന്ധങ്ങൾ, വിവാഹ ബന്ധങ്ങൾ, അത് ശരിയാകുമോ എന്നോർത്ത് കരയുന്ന ചില വ്യക്തികൾ പരിശുദ്ധ മറിയം വിവാഹം ഉറപ്പിച്ചു, പക്ഷേ ഈ വിവാഹം വേണോ എന്നുള്ള കൺഫ്യൂഷനിലായിരിക്കുന്നവര്, അവരോട് പരിശുദ്ധ മറിയം പറയുന്നു, നല്ല ജീവിത പങ്കാളിക്ക് വേണ്ടി നീ ആഗ്രഹിച്ചോ, ആ ആകുലതപ്പെടുകയല്ല വേണ്ടത്. നിന്റെ വിവാഹത്തിന് നീ നല്ലപോലെ ഒരുങ്ങാൻ ചില വ്യക്തികളോട് പറയുന്നുണ്ട്. ചില സന്യാസത്തോട്, സന്യാസ ജീവിതത്തിന്റെ മടുപ്പോടുകൂടെ കടന്നു പോകുന്നവരോട് സന്യാസ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറയുന്നു. പരിശുദ്ധ മറിയം വഴി അവരുടെ ആകുലതകൾ മാറ്റി അവർ ആയിരിക്കുന്നിടങ്ങളിൽ വലിയ പ്രത്യാശയുടെ തീരങ്ങൾ അവൾ ഒരുക്കുന്നതായിട്ട് കാണുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ശാപങ്ങൾ വിട്ടുമാറുന്നു, ശാപങ്ങൾ അനുഗ്രഹമായി മാറുന്നു, ശാപങ്ങൾ ദൈവിക അനുഗ്രഹങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. ദൈവിക അനുഗ്രഹങ്ങൾ, the blessing, count your blessing, power of Jesus, യേശുവിന്റെ നാമത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കാം. ഇന്നു മുതൽ ഒരു ജപമാല, ഈ ആരാധന കഴിഞ്ഞ് നീ ഒരു ജപമാല കൂടെ ചൊല്ലാൻ ആഗ്രഹിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മ. നീ ആ ജപമാല ചൊല്ലുമ്പോൾ നിന്റെ ആകുലതകളെല്ലാം ഫുള്ള് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. കോൺസെൻട്രേറ്റ് ചെയ്യുക. ജപമാല ശക്തിയോടുകൂടെ നീ ചൊല്ലി തീർക്കുന്നതോടുകൂടെ നിന്റെ ആകുലതകൾ അവൾ എടുത്തു മാറ്റുമെന്ന് വിശ്വസിക്കുന്നു. ആമേൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.